ഹലോ എല്ലാവർക്കും പ്രൈമറി സ്റ്റുഡിയോസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. ഇന്ന് ബ്ലഡർ മെയ്ഡ് ഈസി എന്ന് പറയുന്ന നമ്മുടെ സീരീസിന്റെ 10ാമത്തെ എപ്പിസോഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു കപ്പിന്റെ കൂടെ ഉള്ള ഒരു സ്പൂണ് ആണ് മോഡൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കപ്പ് കളക്ഷൻ ഒന്ന് ഹൈഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു റെഫറൻസ് ഇമേജ് കൂടെ ഹൈഡ് ചെയ്തതിന് ശേഷം സ്പൂണ് ഹൈഡ് ചെയ്യുക. മാറ്റി വെച്ചതിന് ശേഷം ഈ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് നമുക്ക് അതിന് മുന്നേ ഷിഫ്റ്റ് എച്ച് കൊടുത്ത് കർസർ വേൾഡ് ഒറിജിനിലോട്ട് മാറ്റുക. ഈ ഒരു XY ആക്സിസ് മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെ വേൾഡ് ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വേൾഡ് ഒറിജിനിലോട്ട് വച്ചതിന് ശേഷം ഒരു മെഷ് പ്ലെയിൻ ആഡ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ കൂടെ ഒരു സബ് ഡിവിഷൻ സർഫസ് മോഡിഫയർ കൂടെ ആഡ് ചെയ്യാം. ടാബ് കൊടുത്ത് ഇതിന് ശേഷം Y ആക്സിലോട്ട് ഒന്ന് സ്കെയിൽ ചെയ്ത് അകത്തോട്ട് കയറ്റുക. എന്നിട്ട് ഈ ഒരു ഫേസ് ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്തതിനു ശേഷം ഈ X എന്ന ഒരു കോംബോ ഉപയോഗിച്ച് അങ്ങോട്ട് എക്സ്ട്രൂഡ് ചെയ്യുക. കുറച്ച് Y ആക്സിലോട്ട് മാറ്റുക. എന്നിട്ട് ഈ ഒരു ആക്സിസ് ഒന്ന് സ്കെയിൽ ചെയ്ത് അകത്തോട്ട് കയറ്റുക. എന്നിട്ട് ഈ X ഈ Z ഈ X ഈ XSY ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഈ X ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സ്പൂണിന്റെ ഏകദേശം ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സബ്ഡിവിഷൻ ലെവൽ ഒന്ന് കൂട്ടി കൊടുക്കുക. അതിന് ശേഷം എഡിറ്റ് മോഡിൽ പോയി ഈ ഒരു എഡ്ജ് നമുക്കൊന്ന് ഒരു ലൂപ്പ് കട്ട് നടുവേ കൊടുക്കാം. എന്നിട്ട് ലൂപ്പ് കട്ട് കൊടുക്കുക. ഈ ഒരു എഡ്ജ് ഒന്ന് പിടിച്ച് അകത്തോട്ട് കയറ്റുക. എന്നിട്ട് ഫേസ് സെലക്ഷനിൽ പോയിട്ട് ഈ 4 ഫേസ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇൻസെറ്റ് ചെയ്ത് താഴോട്ട് എടുക്കുക. ഈ ഒരു എഡ്ജ് ഒന്ന് എടുക്കുക. എക്സ്റേ മോഡ് പോയി ഇതൊക്കെ ഒന്ന് ലൈറ്റ് ഒന്ന് താക്കുക. ഇത്തിരി ഗ്രൂപ്പ് ലൈറ്റായിട്ട് ഇനി ഒന്ന് ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കുക. ഫോട്ടോ സ്മൂത്ത്. ഇതിൻ്റെ കൂടെ ഒരു സോളിഡിഫൈ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി വേറെ ലുക്ക് കട്ട് ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഈ 2 വെർട്ടിസസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്യുക. ഇവിടത്തെ ഈ ഒരു നടുക്കത്തെ എഡ്ജ് ലൂപ്പ് ഒന്ന് സെലക്ട് ചെയ്യുക. മുകളിലോട്ട് മൂവ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ആ ഒരു സ്പൂണും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഫേസ് ഒന്ന് അകത്തോട്ട് സ്കെയിൽ ചെയ്യുക. അതുകൂടെ ഒന്ന് ചെയ്യുക.
ഈ ഒരു വെർട്ടിസ് കൂടെ പുറത്തോട്ട് പുള്ള് ചെയ്യാം. ലെങ്ത് ഇത്തിരി കുറഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗം എക്സ് ആക്സിലോട്ട് പുള്ള് ചെയ്യാം. അപ്പൊ നമ്മുടെ സ്പൂണിന്റെ മോഡലിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കപ്പ് സെറ്റ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കാണാം, കുറച്ചൊന്ന് വലുതാണ്, അതുകൊണ്ട് എസ് കൊടുത്ത് ചെറുതാക്കുക. RY സെറ്റ് കൊടുത്ത് മുകളിലോട്ട് വയ്ക്കാം, കുറച്ചുകൂടെ സ്കെയിൽ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ കപ്പും സോസർ അതിന്റെ ഹാൻഡില് ഒരു സ്പൂണ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മുടെ കപ്പ് സെറ്റിന്റെ ഫോൾഡറിലോട്ട് മാറ്റുക, കളക്ഷനിലോട്ട് മാറ്റുക. അതിന് M കൊടുക്കുക, കപ്പ് സെറ്റ് എന്ന് പറഞ്ഞ ആ ഒരു കളക്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ഇതിനെ പേര് മാറ്റുക, ഓക്കെ. അപ്പൊ നമ്മുടെ 3D മോഡലിംഗിന്റെ ഈ ഒരു കപ്പ് സെറ്റിന്റെ 3D മോഡലിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പാർട്ടിൽ നമുക്ക് ആ ഒരു ടേബിൾ സെറ്റ് ഒന്ന് മോഡൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക. താങ്ക് യു.